നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. തകൃതി നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ എന്താ ഒരു പ്രത്യേകത? കേൾക്കാൻ വലിയ താല്പര്യം. കൂട്ടുകാരെല്ലാം കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈശോയുടെ ശിഷ്യനായി തീർന്ന സക്കേവോസിൻ്റെ ഒരു ചരിത്ര സംഭവമാണ്. ഈശോയുടെ സ്നേഹത്തെ പറ്റി കൂട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കണം. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരിക്കണം. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്ന സക്കേവോസ് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. കൊള്ളാം, നല്ല ആഗ്രഹം തന്നെ. ഈശോനെ കാണുന്നത് തന്നെ ഭാഗ്യമല്ലേ? അതെ, ഈശോ എങ്ങനെയുള്ളവനെന്ന് സക്കേവൂസിന് കാണണം. പക്ഷേ സക്കേവൂസിന് കാണാൻ പറ്റിയില്ല. അതെന്താ കാര്യം? അങ്കിൾ, അതെന്താ കാര്യം? സക്കേവൂസ് വളരെ കഷ്ടപ്പെട്ട് ഈശോയുടെ അടുത്ത് ഈശോനെ കാണാനായിട്ട് ചെന്നു. എന്നിട്ട് കേക്കട്ടെ. വമ്പിച്ച പുരുഷാരം ഈശോയുടെ ചുറ്റും കൂടി നിൽക്കുകയല്ലേ. ശരിയാ. 1000 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഈശോയുടെ പ്രഭാഷണം കേൾക്കുവാനും രോഗസൗഖ്യം പ്രാപിക്കാനും ചുറ്റും കൂടി നിൽക്കുന്നു. എന്നിട്ട് പൊക്കം കുറവുള്ളതുകൊണ്ട് സക്കേവൂസിന് ഈശോയെ കാണാൻ പറ്റിയില്ല. അത് കൊള്ളാലോ. എന്നിട്ട് സക്കേവൂസ് കുറേ നേരം ഈശോനെ കാണാൻ ശ്രമിച്ചു. നടന്നില്ല. ചാടി നോക്കി, ഒരുപാട് പ്രയാസപ്പെട്ട് നോക്കി. എന്നിട്ടും ഈശോനെ കാണാൻ സക്കേവൂസിന് പറ്റിയില്ല. എന്നിട്ട് സക്കേവൂസ് ഈശോ വരുവാനുള്ള സ്ഥലവും ഒക്കെ ചോദിച്ച് ശിഷ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് മുമ്പോട്ടോടി ഒരു കാട്ടത്തി മരം കണ്ടു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്ന സക്കേവൂസ് യേശു എങ്ങനെയുള്ളെന്ന് കാണുവാൻ ആ കാട്ടത്തി മുകളിലേക്ക് വലിഞ്ഞു കയറി. കട്ട തന്നെ. അതെന്താ? എന്നാലും ചെങ്കക്കാരനൊക്കെ ആയിരുന്നിട്ട് ഈശോനെ കാണാൻ ആഗ്രഹിച്ചല്ലോ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും കാരണവശാൽ ഈശോയെ കാണാൻ ചെല്ലുമ്പോൾ ഈശോയുടെ ചുറ്റും ആളാണെങ്കിൽ നമ്മൾ പിന്നെ അതിനുവേണ്ടി മെനക്കെടാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മെനക്കെടാതെ നിൽക്കാതെ നമ്മൾ പിന്തിരിഞ്ഞു പോകും. ശരിയല്ലേ? അത് ശരിയാ. യേശു ആ വഴിക്ക് വരികയായിരുന്നു. കാട്ടത്തിയുടെ ചുവട്ടിലെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി. കൊള്ളാം. എന്താക്കൂ? യേശു സക്കേവൂസിന്റെ മുഴുവൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. യേശു സക്കേവൂസിന്റെ ഓട്ടവും ചാട്ടവും എല്ലാം മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇല്ല. യേശു കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വാ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അയ്യ, എന്തൊരു സുന്ദരമായ കാഴ്ച. ഒന്ന് കാണാൻ ആഗ്രഹിച്ച സക്കേവൂസിന് യേശു തൻ്റെ വീട്ടിൽ അതിഥിയായി കിട്ടി. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് അക്കുന് മനസ്സിലായോ? മനസ്സിലായി. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തി വരുത്തുന്നതാണ് ഈശോയുടെ സ്നേഹം. കൂട്ടുകാരെ, ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തി വരുത്തുന്നതാണ് ഈശോയുടെ സ്നേഹം. വൈകല്യത്തെ അതിജീവിച്ചുകൊണ്ട് ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച സക്കേവൂസിന് ഈശോയെ തന്നെ അതിഥിയായി കിട്ടി. പിന്നീട് സക്കേവൂസ് ഈശോയുടെ ഉത്തമ അനുയായിയായി മാറി. കൂട്ടുകാരെ, നിങ്ങൾക്കിപ്പോൾ എന്തു മനസ്സിലായി? ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തി വരുത്തുന്നതാണ് ഈശോയുടെ സ്നേഹം. നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് ചെന്നാൽ നമ്മളെ തേടി വരുന്നതാണ്
ഈശോയുടെ സ്നേഹം. കൂട്ടുകാരെ, നമ്മളെപ്പോഴും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. നമ്മുടെ ഹൃദയത്തിലെ വേദനകളെല്ലാം ഈശോയായിട്ട് പങ്കുവയ്ക്കുക. അവിടുന്ന് നമ്മുടെ അടുക്കിലേക്ക് ഓടി വരും. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളുമായി നമുക്ക് ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലാം. കൂട്ടുകാരെ, നമുക്കിന്ന് ചീര എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ചീരയില നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്കറിയാം ഒത്തിരി പോഷകഗുണങ്ങളും വിറ്റാമിൻസും ഒക്കെ ഉള്ളതാണ് ചീരയില. പക്ഷേ ഈ ചീര നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അതിന് ആദ്യം തന്നെ നമുക്കുള്ള ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ചീര എല്ലാം ഒന്നും മുളച്ച് വരികയില്ല, കുറച്ച് ഉറുമ്പ് കൊണ്ടുപോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ പക്ഷേ നന്നായിട്ട് ചീര നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ളത് വളർത്താനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് നടുന്നതിന് ആദ്യം നമ്മൾ ചീര വിത്ത് പാകുന്നത് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഇത് മണ്ണാണ്. ഈ മണ്ണ് ഒരു 15 ദിവസം മുമ്പ് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച മണ്ണാണ്. ആ മണ്ണിലേക്ക് കുറച്ച് ചകിരിച്ചോറാണിത്, ചകിരിയുടെ പൊടിയാണ്. അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക് പൊടിച്ചതാണ്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങളിൽ ആദ്യം നിലത്ത് വേണേലും നടാം, ഗ്രോ ബാഗിലോ എന്തിൽ വേണേലും നടാം. ഞാനിപ്പോൾ ഈ ചട്ടിയിൽ ആദ്യം ഈ മണ്ണിട്ടിട്ട് ഇതിപ്പം നമ്മൾ മണ്ണ് നിറച്ചാണ്. ഇതിലേക്ക് നമ്മുടെ ചീരവിത്ത്, ഇത് ചുവന്ന ചീരയാണേ, ആ ചുമന്ന ചീരയുടെ വിത്ത് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ പാകി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മണ്ണിലൊക്കെ ഇതിങ്ങനെ വെച്ചാലും ഇത് നമ്മൾ കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ മണ്ണിലോ തടത്തിലൊക്കെ പാകുമ്പോഴാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് അരിപ്പൊടിയാണേ. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ അരിപ്പൊടി ഇട്ടാൽ ഉറുമ്പോ വല്ലതും വന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അരിപ്പൊടി എടുത്തു വെച്ചുകൊണ്ട് പോകും. എങ്കിലും ഞാനിത് ചെയ്യുന്നത് ഇതിന് നിലത്ത് വെക്കാതെ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ തൂക്കിയിടുന്ന പോലെ ഇത് നമ്മൾ തൂക്കിയിടും. തൂക്കിയിട്ട് കഴിയുമ്പോൾ ഇത് ഉറുമ്പും കയറുകയില്ല, ഒന്നും വരികയില്ല. അങ്ങനെ ഞാനിവിടെ നേരത്തെ പാകിയ ഒരു ചെടിച്ചട്ടി കാണിച്ചു തരാം. ഇത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പാകിയ ചീരവിത്താണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ചീരവിത്തിന് ഒന്നും നഷ്ടപ്പെടുകയില്ല, എല്ലാം മുളച്ചു വരികയും ചെയ്യും, ഒന്നും പോവുകയില്ല. അപ്പോൾ ഞാനിതിങ്ങനെ തൂക്കിയിടുവായിരുന്നേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം എല്ലാം നല്ല ഇതായിട്ട് വന്നു. കുറച്ചും കൂടി ആകുമ്പോൾ നമുക്കിത് പറിച്ച് നടാം. ഗ്രോ ബാഗിലോ വല്ലോ ഓരോ തൈ വെച്ച് ഇത് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് 10-15 ദിവസം കൂടെ കഴിയുമ്പോൾ അത് നമ്മൾക്ക് പറിച്ച് ഓരോരോ ഇതിലാക്കി നടാം. ഇനി നമ്മൾ ആദ്യം പാകിയ ചീരവിത്ത് ഈ ചട്ടി ഞാൻ ഇങ്ങനെ ഇതിലാക്കി തൂക്കിയിടും. തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തൂക്കിയിട്ട് കഴിയുമ്പോൾ ഉറുമ്പോ ഒന്നും ഇത് കയറുകയില്ല, നമുക്കത് നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. ചീര കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് വെണ്ടയുടെ വിത്ത്, പാവലിൻ്റെ വിത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്ടിയിൽ പാകുന്നതിൽ നല്ലത് നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് കിട്ടുമല്ലോ, പേപ്പർ ഗ്ലാസ്. ആ പേപ്പർ ഗ്ലാസ്സിനകത്ത് പാകുവാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ മണ്ണിൽ കൊണ്ടുപോയി വെക്കാം. അപ്പം വേറെ ഒന്നും ചെയ്യേണ്ട, ആ ഗ്ലാസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് ദ്രവിച്ച് പൊക്കോളും താനും. അത് നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാനും പറ്റും. ഞാൻ ഇനി പേപ്പർ ഗ്ലാസ്സിൽ മണ്ണ് നിറച്ച് വിത്ത് പാകുന്നത് കാണിച്ചു തരാം. ഞാൻ ഗ്ലാസ്സിനകത്ത് നിറയ്ക്കുന്നത് കാണിച്ചു തരാം. ഇത് ഈ മണ്ണ് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലൊരു 3/4 ഗ്ലാസ് വരെ ഇട്ടിട്ട് നമ്മുടെ കയ്യിലുള്ള വിത്ത്, ഇപ്പോൾ പാവലിൻ്റെ വിത്താണേ, ഈ വിത്തിടുക. പിന്നെ ഒരു കുറച്ച് മണ്ണും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഈ വിത്ത് ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച പാവലിൻ്റെ ഈ വിത്തിൻ്റെ തോടിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചാൽ നല്ലതാണ്. അങ്ങനെ കുതിർത്ത് വെച്ചതാണേ. അത് ഇതിനകത്ത് ഇട്ടേച്ച് നമ്മളിത് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മുടെ ഒരു വിത്ത് പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം മുളച്ച് കിട്ടും. ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ. ഇനി നിങ്ങൾ നിറയ്ക്കാവോ ഈ ഗ്ലാസ്സിൽ?
മണ്ണിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? മതി മതി, അത്രയും മതി. ഇനി ഒരു വിത്തിടുക, ഇച്ചിരി മണ്ണും കൂടി ഇടുക. ആഹാ, പഠിച്ചല്ലോ. ഇനി കുറച്ച് മണ്ണും കൂടെ ഇടാം. മതി 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 മതി, ഒത്തിരി മണ്ണ് വേണ്ട, കുറച്ച് മണ്ണ് മൂടിയാൽ മതി. വിത്തിട്ടോ ഇതിൽ. അപ്പം നമ്മളിന്ന് ചീരയിലെ കണ്ടു, പാവലിൻ്റെ വിത്ത് നടുന്ന് കണ്ടു. ഇത് രണ്ടും നമുക്കറിയാം ഏറ്റവും പോഷകഗുണമുള്ള 2 പച്ചക്കറികളാണ്. അപ്പോൾ നമുക്കിനി എവിടെ നിന്നേലും ഒക്കെ വിത്തുകളൊക്കെ കിട്ടിയ സ്ഥലമില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ ചീരയിലൊന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ചേർത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ മതി, അമ്മയോടൊപ്പം ഉണ്ടാക്കി തരും. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം. കൂട്ടുകാരെ, ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊക്കെ ജീവിക്കുന്നത് പഴയ ഓർമ്മകളിലൊക്കെയാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലൊക്കെയാണ്. പഴയ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടും ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആകുലതകളോടെ കാത്തിരുന്നിട്ടും നമുക്കൊരു നേട്ടവും കൊയ്യാനില്ല. ഇന്ന് ഈ നിമിഷം എനിക്ക് ജീവിക്കാനായിട്ട് പറ്റണം. കഴിഞ്ഞു പോയ കാലത്ത് എനിക്കുണ്ടായ വിഷമങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഒറ്റപ്പെടലിനെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തിരുന്നിട്ട്, എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തിരുന്നിട്ട് എനിക്ക് എന്ത് നേടാനുള്ളത്? ഞാൻ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എനിക്ക് എന്താ നേടാനുള്ളത്? അതല്ല ഉണ്ടാകേണ്ടത്. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കണം, എനിക്ക് ഉന്നത വിജയം വരിക്കണം, എനിക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് എത്തണം, എനിക്ക് വലിയ ആളാകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആകുലതയോടെ ഞാൻ ജീവിച്ചിട്ട് എനിക്ക് എന്താ ഉള്ളത്? എനിക്ക് ഇത് രണ്ടുമല്ല വേണ്ടത്. ഇന്ന് ഈ നിമിഷം ജീവിക്കുക, സന്തോഷത്തോടെ കഴിയുക. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷക്കുറവുണ്ടോ? അവരെല്ലായ്പ്പോഴും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ഓർമ്മകളില്ല, അവർക്ക് കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ചിന്തകളില്ല, അവരെപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും ഇതുതന്നെയാണ്. കുഞ്ഞുങ്ങളെപ്പോലെ ഓർമ്മകളിലല്ല ജീവിക്കേണ്ടത്. ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയണം. മനസ്സ് എപ്പോഴും സത്യം കൊണ്ട് നിറയ്ക്കണം, ഹൃദയം എപ്പോഴും സ്നേഹം കൊണ്ട് നിറയ്ക്കണം, ജീവിതം എപ്പോഴും സേവനം കൊണ്ട് സമ്പന്നമാക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും സന്തോഷമുള്ളതായിരിക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. തൻ്റെ ജീവിതം മനസ്സ് മുഴുവൻ എപ്പോഴും സത്യം മാത്രമായിരുന്നു. ജീവിതത്തിലെ ഹൃദയം കൊണ്ട് എപ്പോഴും സ്നേഹം മാത്രമാണ് നമുക്ക് പകർന്നു നൽകിയത്. ജീവിതത്തിൽ എപ്പോഴും സേവനം കൊണ്ട് മറ്റുള്ളവരോടൊപ്പമായിരിക്കാൻ ശുശ്രൂഷയുടെ മനോഭാവം ദൈവം നമുക്ക് കാണിച്ചു തന്നു. സ്നേഹമുള്ളവരെ, ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. അത്തരത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. കാഴ്ചയിലേക്ക് സ്വാഗതം. അടുത്തിരിക്കുന്നവരെ ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്തേ.
ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞേ വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം പറ. എന്നിട്ട് പറ. ഇടതും വലതിരിക്കുന്നവർ പറഞ്ഞേ വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം. മറുവശത്തിരിക്കുന്നവർ പറയൂ വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൂടി പറഞ്ഞേ ശാലോം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം. ശാലോം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം. വിസ്മയ കാഴ്ച സന്തോഷമായിട്ട് പോകണല്ലോ അല്ലേ? യെസ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എവിടെയാ താമസിക്കുന്നേ? സ്കൂളിലാ? എവിടെയാ? ബസ് സ്റ്റാൻഡിലാ? പിന്നെ എവിടെയാ? വീട്ടിലാണെങ്കിൽ എന്നാ വീട്ടിലാന്ന് പറയാലോ. ഇല്ല, അത് പണ്ടേ പറയാമായിരുന്നു അല്ലേ? നമ്മൾ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് കണ്ടോ, ഒത്തിരി വീടുണ്ട് ഇവിടെ. ഇതിലേക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം കയറിയല്ല, ആൾ കയറിയല്ല, അതുകൊണ്ടാണ് കേട്ടോ. കയറി പറ്റുമായിരുന്നെങ്കിൽ കയറിയാനെ. അപ്പം നമ്മൾ ഓർക്കുക, നമ്മളൊരു ഭവനം, ഒരു വീട് അല്ലേ? എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ടു വീട്ടിൽ, സ്വർഗമാണു വീട്. അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ പാടിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബം സ്വർഗമാണോ? അതെ. അപ്പച്ചനും അമ്മച്ചിയും തമ്മിൽ സ്നേഹത്തിലാണോ? പറയരുത്, സത്യം പറയുള്ളൂ, ദൈവം കേട്ടോണ്ടിരിക്കുക. അപ്പനും അമ്മയും മക്കളും എല്ലാം സന്തോഷത്തിലാണോ? വഴക്കൂടാറില്ലേ? ഉണ്ട്. സത്യം പറഞ്ഞാൽ മതി, നുണയൊന്നും പറയരുത് അല്ലേ? ഉള്ള കാരണം കുടുംബത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാം എന്ന് വിചാരിച്ചാൽ അതിൽ വഴക്കിൽ മുമ്പോട്ട് പോകണമെന്നില്ല. സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാം ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം കുടുംബം സന്തോഷമാകണമെങ്കിൽ അവിടെ ഒത്തിരി ഘടകങ്ങളുണ്ട് ഇല്ലേ? ഒന്ന്, കുടുംബത്തിൽ പ്രാർത്ഥന വേണ്ടേ? നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ചിലർ മയക്ക് വെടി വെച്ചോട്ടാ, അല്ല ബോധം കിട്ടുപോകും ചിലർ ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ കുടുംബത്തിലെ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. TV മറ്റു കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. ആ സമയത്ത് വാട്സപ്പ് മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന സമയം കളയാതെ പ്രാർത്ഥനയ്ക്കുള്ള സമയം ദൈവത്തിന് തന്നെ ഉള്ളതാണെന്ന് ഓർത്ത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക. ചില കുടുംബത്തിൽ ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില കുടുംബത്തിലെ ചില അപ്പച്ചന്മാരൊക്കെ ഈ മദ്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലേ? അങ്ങനെയൊക്കെ ഇച്ചിരി അകത്താക്കുക. എന്നിട്ട് അപ്പച്ചൻ വരുന്ന വരവെന്ന് പറഞ്ഞാൽ ആടിപ്പാടി ഇല്ലേ? തോർത്തൊക്കെ തൊള്ളിട്ടൊരു വരവുണ്ട്, ശരിയാണോ? അങ്ങനെ വരിക. എന്നിട്ട് കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അപ്പച്ചൻ വലിച്ച് തെറി പൊളിച്ചത് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് കുടുംബാകെ കൊള്ളാക്കിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇല്ലേ? മനസ്സിലായില്ലേ? കുപ്പിയിൽ എത്രയോ നേരം മഞ്ഞ കാത്തിരിക്കുന്നു പോന് ആടാ വന്നു വലിച്ചു കുടിച്ചെൻ്റെ സ്നേഹം നുകർന്നു നീ നൃത്തമാടൂ എന്നും പറഞ്ഞു വരുമ്പോൾ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമ്മളിതൊക്കെ കണ്ട് അങ്ങനെ ഏതെങ്കിലും അവസ്ഥ കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ വരുന്ന അച്ചായന് മദ്യമൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം? അച്ചായനോട് പറയണം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയണം, പപ്പാ ചായ കുടിക്കരുത് എന്ന് പറയണം. പ്രാർത്ഥിക്കണം. പിന്നെ ഇങ്ങനെ പറയണം അല്ലേ? പറയിപ്പിക്കാവുന്നവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയൊക്കെ ചെയ്യുക. എന്തായിരുന്നാലും നമ്മൾ ഒരു കൊച്ചു ചിന്ത കാണാനായിട്ട് പോവുകയാണ് അല്ലേ? അപ്പം മാജിക് എന്നുള്ള വിസ്മയത്തിലൂടെ നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു കുടുംബം, കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം, ഒരു വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളെല്ലാവരുടെ കൂടി നമ്മൾ ആ ഒരു വിഷ്വൽ ചിന്തകൾ ഒരു മാജിക് എന്നുള്ള കലാരൂപത്തിലൂടെ നമ്മൾ കാണുകയാണ് കേട്ടോ. വിസ്മയ കലയാ മാജിക്കിനെ ആശയവിനിമയ മാധ്യമമാക്കി ഉപയോഗിക്കുകയാണ്. നോക്കുക, വീടെന്ന് പറയുന്നത് 4 കൽഭിത്തികളിങ്ങനെ പണിതിട്ട് അത് AC ആക്കി അങ്ങനെ കഴിയുന്നത് മാത്രമല്ല. ആ ഒരു വീട്, ആ വീടിനുള്ളിൽ നല്ലൊരു കാലാവസ്ഥ വേണം. ചൂടുള്ള കാലാവസ്ഥയ്ക്ക് AC ഇട്ടാൽ അത് മാറ്റാം. അതല്ല, അപ്പനും അമ്മയും മക്കളും എല്ലാവരോടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതികളൊക്കെ ചൊല്ലി ഉമ്മയൊക്കെ കൊടുത്ത് ഇല്ലേ? നല്ലൊരു കാലാവസ്ഥ, ഒരു സ്നേഹത്തിൻ്റെ കാലാവസ്ഥ കുടുംബത്തിലുണ്ടാവണം. പറഞ്ഞു കേട്ടല്ലോ, അങ്ങനെ സ്നേഹത്തിൻ്റെ കാലാവസ്ഥ കുടുംബത്തിലുണ്ടാകും. അപ്പോൾ നോക്കിയിരുന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, ഞാൻ പല കൊച്ചു വീടുകളെടുത്തിട്ട് ഞാൻ ഈ ബോക്സിലേക്കൊന്ന് ഇറക്കാൻ പോവുകയാണ്. നോക്കിയിരുന്നാൽ ഈ വീടൊക്കെ എന്ത് വീടായി മാറും നമ്മളിത് കാണാൻ പോവുക കേട്ടോ. ഒന്ന്, കുടുംബം എന്ന് പറയുന്നത് സ്നേഹാലയമാണ്. ഇത് തടി കൊണ്ടുള്ള കേട്ടോ. അപ്പോൾ സ്നേഹാലയമാണ് ഒന്ന് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം സ്നേഹിച്ചു വളരുന്ന, അപ്പനമ്മയെ സ്നേഹിക്കുന്നു അല്ലേ? അപ്പൻ മക്കളെല്ലാവരോടും കൂടി സ്നേഹമായിരിക്കണം
ഒരു വീടിൻ്റെ തിരിച്ചറിയൽ കാർഡെന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഒരു ആതുരാലയമാണ് കുടുംബം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സ്നേഹാലയമാണ്. അവിടെ ആതുരാലയങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ശുശ്രൂഷ. മൂന്നാമത് ദൈവാലയമാണ് കുടുംബം. എല്ലാം ഞാൻ ഈ 3 വീട് ഇതിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ. വീട് ഇതിലേക്ക് വെച്ചു. അപ്പോഴൊന്ന് നോക്കിയേ, സ്നേഹാലയമാണ്. ഇതെന്തായാലും നമുക്ക് കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി, ചില കുടുംബത്തിൽ അപ്പനും അമ്മയും നല്ല മനുഷ്യരാണ്. പക്ഷേ എന്ത് ചെയ്യുന്നറിയാം, മക്കൾ വഴിപഴിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ എന്നും കണ്ണീരും കരച്ചിലും ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ തീരുമാനിച്ചോളണം, നമ്മുടെ വീട്ടിൽ എന്ത് വേണം? സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം. ഏതൊക്കെ വേണം പറ? സന്തോഷം, സമാധാനം, സംതൃപ്തി. അപ്പോൾ പഠിക്കേണ്ട കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഇല്ല, അങ്ങനെ പലതും ചെയ്യാനായിട്ട് പറ്റും. നോക്കിയിരുന്നോളൂ, ശ്രദ്ധിച്ചോളൂ. നമ്മൾ പല വീടുകളാണ് വെച്ചത്. ഞാൻ ആദ്യം ഇതിങ്ങനെയൊന്ന് കാണിച്ചു തന്നിരുന്നു. 4 കൽഭിത്തികൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നോക്കിയേ. അപ്പോൾ നമ്മുടെ കുടുംബം എന്ത് കുടുംബമായി മാറണം എന്നാണ് ഇവിടെ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കുടുംബം തിരുക്കുടുംബങ്ങളായിട്ട് മാറണം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ സ്നേഹത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെ ഒരു കാലാവസ്ഥ നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലോ, കുടുംബം കണ്ടോ? എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ടു വീട്ടിൽ, സ്വർഗമാണു വീട്. അപ്പോൾ സ്വർഗീയമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം, അല്ലേ? ശരിയല്ലേ? ഇനി ഞാനത് മറ്റൊരു മാജിക് കൂടി കാണിക്കാം. മാജിക് കൊണ്ട് മടുത്തോ? മടുത്തേക്ക് മടുത്തെന്ന് പറയാം, നമുക്ക് നിർത്താം. വേണോ? ഇനി വേണോ? മാജിക് കാണുന്നത് ഇഷ്ടമാണ്. യെസ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് അടുത്തവരായിട്ടൂടെ കാണിച്ചു തരികയാണ്. ഐറ്റം കാണിക്കുക മാത്രമല്ല, നമ്മൾ പറയുന്ന കൊച്ചു മെസ്സേജ് കേട്ടോ. ആ ഒരു ഞാൻ പറഞ്ഞുവല്ലോ, ഒരു സന്ദേശം ഉണ്ടെങ്കിൽ മതി നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തൽ നടത്തുവാനായിട്ട് സാധിക്കും. അതെപ്പോഴാണ് ദൈവം സ്പർശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. നോക്കാം. 1 അച്ഛനുണ്ട് വീട്ടിൽ, 2 അമ്മയുണ്ട് വീട്ടിൽ. പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, പിന്നെ ആദ്യത്തെ കൊച്ച് അനീഷ്, രണ്ടാമത്തെ കൊച്ച് ഫിനീഷ്, 2 പിള്ളേരുടെ പേര്, അല്ലേ? പിന്നെ ബിനീഷ്, അനീഷ്, അങ്ങനെ പലരും ഉണ്ടാകുന്ന വെച്ചോ. 2, 3, 4 മക്കൾ. ഏത് കുടുംബത്തിൽ അധികം ഉണ്ടോ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. ഏത് രാജ്യത്ത് ജനസംഖ്യയുണ്ടോ ആ രാജ്യത്തിന് വികസനമുണ്ട്. ഇല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര് ചരിത്രത്തിൽ നിന്ന് മാറിപ്പോവും. പോട്ടെ, ഇതേ നോക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട് മാത്രം പോരാ, ദൈവത്തെ കൂടി ടീമിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും മക്കളുമായിട്ട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കുട്ടികളായ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? 1 അവരുടെ അനുഗ്രഹത്തിന് പാത്രമാകുക. ഞാൻ പറയുന്നു, ഒന്ന് പറയാമോ? ഏറ്റു പറയാമോ? മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് പാത്രമാവുക. അവരെ സ്നേഹിക്കുക, അവരെ അംഗീകരിക്കുക, അവരുടെ ഉപദേശങ്ങൾ മറികടക്കരുത്, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ ശുശ്രൂഷിക്കുക, അവരെ സഹായിക്കുക, അവരോടൊത്ത് പ്രാർത്ഥിക്കുക, അവരോടൊത്ത് ഭക്ഷണം കഴിക്കുക, അവരെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് അവരെ സഹായിക്കുക. അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാകും എന്തു നല്ല വീട്. കണ്ടില്ലേ? ദൈവത്തിൻ ഭാവനമാം പദ്ധതിയിൽ വിരിഞ്ഞ എല്ലാ കുടുംബങ്ങളും കൂടുമ്പോൾ ഇമ്പമല്ലോ. ഞാൻ ആ കർച്ചീഫ് മക്കള്, അച്ഛൻ, അമ്മ, മക്കള്, അല്ലേ? പിന്നെ നമ്മൾ ദൈവത്തെ കൂടി ടീമിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൂടി സന്തോഷത്തോടെ കേട്ടോ. അപ്പനമ്മ പറയുന്ന അനുസരിച്ച് ബാലനായ ഈശോ വളർന്നു വന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വളർന്നു വരണം. അപ്പം നമുക്ക് നോക്കിയിരുന്നാൽ മനസ്സിലാവും. എൻ്റെ കയ്യിലുള്ള കർച്ചീഫൊക്കെ കണ്ടായിരുന്നല്ലോ, കണ്ടായിരുന്നു. അപ്പോൾ ദൈവമേ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം, അച്ഛനും അമ്മയുമുള്ള കുടുംബത്തെ ധന്യമാക്കണമേ, നല്ലൊരു സ്നേഹാലയമാക്കണമേ, ഒരു കാരുണ്യാലയമാക്കി മാറ്റണമേ, ഒരു ദൈവാലയമാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, അച്ഛനും അമ്മയോട് കൂടി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മളുടെ കുടുംബം ഉണ്ടോ? എൻ്റെ കയ്യിൽ എത്ര കർച്ചീഫ് ഉണ്ടായിരുന്നു? നിങ്ങളെ കണ്ടതാണ്, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള
മനോഹരമായ ബാഹ്യമായിട്ടല്ല ആന്തരികമായിട്ട് നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തരോടും ആശംസിക്കുന്നു. അടുത്ത ആൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തുകൊണ്ട് പറഞ്ഞേ, എൻ്റെ കുഞ്ഞേ പറ പെട്ടെന്ന് വിളിക്കേ. എൻ്റെ കുഞ്ഞേ, എന്റെ കുഞ്ഞെ, നിന്റെ കുടുംബം നിന്റെ കുടുംബം അനുഗ്രഹീത കുടുംബമാകട്ടെ. അനുഗ്രഹീത കുടുംബമാകട്ടെ. അച്ഛനമ്മ പറയുന്നത് അച്ഛനമ്മ പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ ഐശ്വര്യം ഉണ്ടാകും. നിന്റെ കുടുംബത്തിൽ നീ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത് പഠിക്കുക. അപ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിസ്മയ കാഴ്ച നന്ദിപൂർവം ദൈവം അനുഗ്രഹിക്കട്ടെ.